മാന്യ പ്രേക്ഷകർക്ക് വന്ദനം. വീണ്ടും ഈ പ്രോഗ്രാമുമായി നിങ്ങളോട് തായിരിപ്പാൻ ലഭിച്ച അവസരം അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ എപ്പിസോഡുകളിൽ യേശു ഈ ലോകത്തിൽ ഐഹികമായി ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ തൻ്റെ ജീവിതത്തിൽ പ്രവർത്തന മണ്ഡലങ്ങളിൽ തൻ്റെ സന്ദേശങ്ങളിൽ മാനവകുലത്തിന് മാതൃകയായി മാനവകുലത്തിൻ്റെ സമാധാനത്തിനും സ്വസ്ഥതയ്ക്കും ജീവിതത്തിൻ്റെ സകലവിധ ഐശ്വര്യങ്ങൾക്കുമായി താൻ നൽകിയ ദിവ്യമായ ആലോചനകൾ ചിലതൊക്കെ അന്യോന്യം പങ്കിടുവാൻ നമുക്കിടയായി. കേൾവിക്കാരായ പ്രിയപ്പെട്ടവർക്ക് പലർക്കും അത് വലിയ ആശ്വാസമായി എന്ന് അറിഞ്ഞതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. തുടർന്ന് ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്നത് ഗദരദേശത്തെ ഭൂതഗ്രസ്തനെന്ന് ബൈബിളിൽ രേഖപ്പെടുത്തിയ ഒരു വ്യക്തിയെയും ആ ദേശത്തെയും കുറിച്ചാണ്. വേദപുസ്തകത്തിൽ ഇങ്ങനെയാണ് ആ വ്യക്തിയെ പരിചയപ്പെടുത്തുന്നത്: ഗദരദേശത്തെ ഭൂതഗ്രസ്തൻ. അദ്ദേഹത്തെക്കുറിച്ച് വേദപുസ്തകം വളരെ വിശദമായി വിവരിക്കുന്നു. ആ വ്യക്തിയുടെ പാർപ്പ് കല്ലറകളിലായിരുന്നു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. തന്നെ നിയന്ത്രിക്കുവാൻ അന്നത്തെ സമൂഹത്തിന് കഴിഞ്ഞിരുന്നില്ല. വിലങ്ങുകൊണ്ടും ചങ്ങല കൊണ്ടും ബന്ധിക്കുവാൻ പരിശ്രമിച്ച എല്ലാ പരിശ്രമങ്ങളും വിഫലമായി പോയി. ചങ്ങലകൾ വലിച്ചു പൊട്ടിച്ചും വിലങ്ങുകൾ ഉരുമിയൊടിച്ചും അവരുടെ ബന്ധനങ്ങളിൽ നിന്ന് ഈ വ്യക്തി സ്വതന്ത്രനായി. കല്ലുകൊണ്ട് ശരീരത്തെ സ്വയം ചതച്ചും കല്ലറകളിലും മലകളിലും രാപ്പകൽ ഇടപെടാതെ നിലവിളിച്ചും ദേശത്തിന് ആകെ അസ്വസ്ഥത സൃഷ്ടിക്കുന്ന ഒരു വ്യക്തിയെയാണ് അവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ആരാലും നിയന്ത്രിക്കപ്പെടാൻ കഴിയുന്നില്ല. ആകെ ഭീകരമായ ഒരു അന്തരീക്ഷം ദേശത്ത് ഉളവായി. ആ വ്യക്തിയുടെ ശബ്ദം അനേകർക്ക് ഭയാനകമായിരുന്നു. ആ രോദനം അനേകർക്ക് അസ്വസ്ഥത ഉണ്ടാക്കി. എന്നാൽ ആരാലും വിടുവിക്കപ്പെടുവാൻ കഴിയാതെ ഈ വ്യക്തിയുടെ ദീനരോധനം യേശു അങ്ങകലെ എവിടെയോ ആയിരിക്കുമ്പോൾ ആത്മമണ്ഡലത്തിൽ യേശുവിൻ്റെ കാതുകളിലെത്തി. ഈ ദീനരോധനം എവിടെ നിന്നാണെന്ന് യേശു ആത്മാവിൽ മനസ്സിലാക്കി. ഈ വ്യക്തിയെ തേടി യേശു വളരെ ദൂരം യാത്ര ചെയ്ത് ഗദരദേശത്ത് അണഞ്ഞുവെന്ന് തിരുവെഴുത്തിൽ വായിക്കുവാൻ കഴിയുന്നു. ഈ വ്യക്തിയെ നമുക്കൊന്ന് പരിശോധിക്കാം. ഒരു കുടുംബത്തിൽ നന്നായി ജീവിച്ച ഒരു വ്യക്തിത്വമായിരുന്നിരിക്കാം. എന്നാൽ സാഹചര്യങ്ങൾ, തന്നെ അഭിമുഖീകരിച്ച പ്രത്യേക വിഷയങ്ങൾ, കൂട്ടുകാർ എന്ന് വേണ്ട ഏതൊക്കെയോ സാഹചര്യത്തിൽ താൻ ഉഴന്ന് ഇങ്ങനെ എത്തിപ്പെടുകയാണ്. സമൂഹത്തിൽ ഇങ്ങനെ ചിലരെ നമുക്ക് കാണാൻ കഴിയും. നല്ല നിലയിൽ ജീവിച്ച് നല്ല കുടുംബത്തിലെ വ്യക്തിയായിരുന്ന ആൾ, കൂട്ടുകാരും സമൂഹവും ഒക്കെ നല്ല വിലമതിച്ചിരുന്ന വ്യക്തിത്വങ്ങൾ ഒരു തമാശന് അല്പം മദ്യം ഉപയോഗിച്ചു, ഒരു തമാശന് അല്പം ഡ്രഗ് ഉപയോഗിച്ചു,
ആദ്യം ഒരു രസമായൊക്കെ തോന്നി. കാലഘട്ടങ്ങൾ കഴിഞ്ഞപ്പോൾ ആരാലും നിയന്ത്രിക്കപ്പെടാൻ കഴിയാതെ, ആരാലും ഒരു സഹായവും ചെയ്താൽ ഫലിക്കാതെ വണ്ണം സമൂഹത്തിൻ്റെ അവിടെയായി എത്രയോ വ്യക്തിത്വങ്ങളെയാണ് നാം കണ്ടുമുട്ടാറുള്ളത്. അവരെ നിയന്ത്രിക്കുവാൻ സമൂഹത്തിന് കഴിയുന്നില്ല. ഭൂതഗ്രസ്തനെ വിലങ്ങുകൊണ്ടും ചങ്ങല കൊണ്ടും ബന്ധിച്ചിട്ടും കഴിയാത്തതുപോലെ സമൂഹത്തിൻ്റെ സകല വിലക്കുകളെയും ലംഘിച്ച് ഇങ്ങനെയുള്ളവർ സമൂഹത്തിന് പേടി സ്വപ്നമായി, സമൂഹത്തിന് ഭാരമായി തീരുന്ന സംഭവങ്ങൾ നമ്മുടെ ചുറ്റുപാടുകൾ നാം കാണാറുണ്ട്. എൻ്റെ ജീവിതത്തിൽ അനുഭവമുണ്ട്. എനിക്ക് 20 വർഷങ്ങൾക്ക് മുമ്പ് ഒരു വാത്സല്യ സഹോദരമായി പരിചയപ്പെടുവാനിടയായി. അദ്ദേഹത്തിൻ്റെ സ്ഥിതി വളരെ ദയനീയമായിരുന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ എനിക്ക് പോകുവാനുള്ള അവസരം ലഭിച്ചു. മാതാപിതാക്കൾ വളരെ സങ്കടത്തോട്, വളരെ ദുഃഖത്തോട് എന്നോട് പറഞ്ഞ ചില സംഭവങ്ങളുണ്ട്. യോഗ്യനായ ഒരു യൗവനക്കാരനായിരുന്നു. താൻ ബിസിനസ് ചെയ്ത് വളരെ ധനം സമ്പാദിച്ചിരുന്നു. എന്നാൽ എങ്ങനെയോ ഏതോ കൂട്ടുകെട്ടിലൊക്കെ അകപ്പെട്ട് മദ്യം ഉപയോഗിക്കുവാൻ തുടങ്ങി, മയക്കുമരുന്ന് ഉപയോഗിക്കുവാൻ തുടങ്ങി. ആർക്കും സംശയം വരാത്ത രീതിയിൽ കുറേ കാലങ്ങൾ മുൻപോട്ട് പോയി. എന്നാൽ കുറേ കാലങ്ങൾക്ക് ശേഷം തൻ്റെ ബിസിനസ്സുകൾ പരാജയപ്പെട്ടു. തനിക്ക് ലഹരി ഉപയോഗിക്കാതെ ജീവിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലെത്തി. അങ്ങനെ താൻ മയക്കുമരുന്ന് വിൽക്കുന്ന ഒരു ബിസിനസ്സിൽ ഏർപ്പെട്ടു. എന്തിനാണ്? തനിക്ക് ഉപയോഗിക്കുവാൻ, അതിൽ നിന്ന് പൈസ സമ്പാദിക്കുവാൻ. വളരെ മാരകമായ സ്ഥിതിയിൽ ആ യൗവനക്കാരനെത്തി. ഞങ്ങൾ ആ യൗവനക്കാരനെ കാണുമ്പോൾ ഒരു അസ്ഥികൂടമായി, തൻ്റെ സൗന്ദര്യവും ആരോഗ്യവും ഒക്കെ നഷ്ടപ്പെട്ട ഒരു വ്യക്തിയായിട്ടാണ് ഞങ്ങൾ കണ്ടത്. സമൂഹത്തിന് അയാളെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. വൈദ്യശാസ്ത്രത്തിന് അയാളെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. തൻ്റെ മാതാപിതാക്കൾ വളരെ കണ്ണുനീരോട് എന്നോട് പറഞ്ഞു, ഒരു സഹോദരിയുണ്ട്, അതിൻ്റെ ഭാവി പോലും ഇവൻ മുഖാന്തരം പരാജയത്തിലാണ്. എനിക്ക് വളരെ സങ്കടം തോന്നി. അദ്ദേഹത്തെ ഞാൻ വിളിച്ച് സംസാരിച്ചു. ഇവിടെ പേര് വെളിപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്നും ഈ പട്ടണത്തിൽ അദ്ദേഹം ജീവിക്കുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞത്, എനിക്ക് വളരെ ആഗ്രഹമുണ്ട് വല്ല വിധേനയും ഇതിൽ നിന്ന് രക്ഷപ്പെടണമെന്ന്. എന്നാൽ സാധ്യമല്ല, എനിക്കത് കഴിയുന്നില്ല. എൻ്റെ ഏറ്റവും അടുത്ത സ്നേഹിതന്മാർ എന്നെ ഇതിൽ നിന്ന് വിടുവിക്കുവാൻ എന്നെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു. ഈ ലഹരി മരുന്ന് ഉപയോഗിക്കേണ്ട സമയമായപ്പോൾ ഞാൻ ആശുപത്രിയുടെ 2ാമത്തെ നിലയിൽ നിന്ന് താഴെ ചാടി ഞാൻ അവിടെ നിന്ന് പോയി ലഹരി വാങ്ങിച്ച് ഉപയോഗിച്ചു. എന്നെ രക്ഷിക്കുവാൻ ആർക്കും ഇനിയും കഴിയില്ല. എൻ്റെ മാതാപിതാക്കൾക്ക് കഴിയില്ല. ഒരു ദിവസം ആത്മഹത്യ ചെയ്ത് ഞാൻ എൻ്റെ ജീവിതം അവസാനിപ്പിക്കും. ഞാൻ ആ സഹോദരനോട് പറഞ്ഞു, സുഹൃത്തെ, രക്ഷപ്പെടുവാൻ നിനക്കൊരാഗ്രഹമുണ്ടെങ്കിൽ നീ ഹൃദയം തകർന്ന് ഹൃദയനുറുക്കത്തോടെ നിന്റെ വളർത്തിയ മാതാപിതാക്കളെ ഓർത്ത്, നിന്നെ ആശ്രയിച്ച നിന്റെ സഹോദരി ഓർത്ത്, നിനക്ക് ഹൃദയത്തിനൊരു ഭാരമുണ്ടെങ്കിൽ നീ പ്രാർത്ഥിച്ചാൽ വിടുവിക്കുവാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. ആ സഹോദരൻ വിശ്വസിക്കുവാൻ ദൈവം കൃപ നൽകി. ഞാൻ അദ്ദേഹത്തെ ഒരു ഡോക്ടറെ കൊണ്ട് കാണിച്ചു. ആ ഡോക്ടർ എന്നോട് പറഞ്ഞത്, ഇവനെ രക്ഷപ്പെടുത്തുവാൻ വൈദ്യശാസ്ത്രത്തിന് കഴിയില്ല. അത്രയ്ക്ക് പോയിസൺ ഇവൻ്റെ ബ്ലഡിലായിപ്പോയി. എന്നെ കേൾക്കുന്ന പ്രിയ സുഹൃത്തെ, വൈദ്യശാസ്ത്രം തള്ളി. എന്നാൽ ഞങ്ങളുടെ പ്രെയർ ഗ്രൂപ്പിൽ ഈ സഹോദരന്റെ ദയനീയമായ അവസ്ഥയിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാൻ ഞങ്ങളുടെ പ്രെയർ ഗ്രൂപ്പ് ശക്തമായി പ്രാർത്ഥിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, ആ സഹോദരന് ദൈവം അത്ഭുതകരമായ വിടുതൽ നൽകി. ഞാൻ ചില ദിവസങ്ങൾ അദ്ദേഹത്തെ എൻ്റെ കൂടെ പാർപ്പിച്ചു. അദ്ദേഹം എന്നോട്
ആ ദിവസങ്ങൾ പറഞ്ഞ ഒരു കാര്യം ഞാൻ ഒരിക്കലും മറക്കില്ല. സാറിനെ സ്നേഹിക്കുന്നെന്ന് എനിക്കറിയാം. എനിക്ക് ലഹരി ഉപയോഗിക്കുന്ന ആ സമയത്ത് എങ്ങനെയെങ്കിലും ഞാൻ സാറിൻ്റെ കയ്യിൽ നിന്ന് ചാടി രക്ഷപ്പെട്ടു പോകും. അതുകൊണ്ട് എന്നെ ഒരു മുറിക്കകത്തിട്ട് പൂട്ടണം. എനിക്ക് അദ്ദേഹത്തിൻ്റെ ആ ദയനീയമായ അവസ്ഥ, ആ ശബ്ദം ഇന്നും ജീവിതത്തിൽ ഒരിക്കലും എൻ്റെ ഹൃദയത്തിൽ നിന്ന് മാഞ്ഞു പോകാതെ ഹൃദയസ്പർക്കായ ഒരു സംസാരം. ഞങ്ങളുടെ പ്രയർ ഗ്രൂപ്പിന് ആ യൗവനക്കാരനെ കുറിച്ച് വലിയ സങ്കടം തോന്നി. ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. വൈദ്യശാസ്ത്രം അത്ഭുതം കൂറുമാറ്, തൻ്റെ മാതാപിതാക്കളെ അത്ഭുതം കൂറുമാറ് യേശു അവൻ്റെ ജീവിതത്തിൽ അത്ഭുതകരമായ സൗഖ്യം നൽകി. പഴയ ആരോഗ്യം വീണ്ടെടുക്കുവാൻ ദൈവനെ സഹായിച്ചു. കുടുംബത്തിൽ നല്ലൊരു യൗവനക്കാരനായി തീരുവാൻ ദൈവം അദ്ദേഹത്തെ സഹായിച്ചു. കഴിഞ്ഞില്ല. എന്നാൽ എനിക്ക് ഒരു കാര്യം ഉറപ്പാണ്, എൻ്റെ പ്രേക്ഷകരോടായിട്ട് എനിക്ക് ഒരു കാര്യം ഉറപ്പോടെ പറയാൻ കഴിയും. എത്ര മാരകമായ ജീവിതാനുഭവത്തിൽ ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയുകയില്ലെന്ന് ലോകവും വൈദ്യശാസ്ത്രവും കുടുംബവും ഒരുപോലെ പറഞ്ഞാലും യേശുവിന് ഒരു വ്യക്തിയെ സഹായിക്കാൻ കഴിയും. ഈ ഭൂതഗ്രസ്തനായ മനുഷ്യൻ യേശുവുമായി കണ്ടുമുട്ടിയത് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യേശു ഈ ഭൂതഗ്രസ്തനെ തേടി ഗദരദേശത്തെത്തി. ഭൂതഗ്രസ്തനുമായി യേശുവുമായി കണ്ടുമുട്ടുന്ന സമയം ഭൂതഗ്രസ്തൻ യേശുവിനോട് പറഞ്ഞു, യേശുവേ, മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര, എനിക്ക് നിനക്ക് തമ്മിലെന്ത്? എന്നെ ദണ്ഡിപ്പിക്കുവാൻ വേണ്ടി നീ വന്നുപോകും. കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അശുദ്ധാത്മാക്കൾ പലപ്പോഴും പലരെയും അടിമത്വത്തിൽ വയ്ക്കാറുണ്ട്. വിടുവിക്കുവാൻ യേശുവിന് കഴിയുമെന്ന് ലോകത്തിന് തെളിയിക്കുവാൻ വേണ്ടിയാണ് യേശു ആ ഭൂതഗ്രസ്തനിൽ നിന്ന് ഭൂതത്തെ പുറത്താക്കി അവന് പൂർണ്ണമായ സൗഖ്യം യേശു നൽകി. സുബോധം പ്രാപിച്ചപ്പോൾ അയാൾ യേശുവിനോട് പറഞ്ഞു, യേശുവേ, അങ്ങയോടുകൂടെ പോരുവാൻ എന്നെ അനുവദിക്കണം. യേശു മറുപടിയായി അവനോട് പറഞ്ഞത് കേൾക്കണ്ടേ? നീ നിന്റെ ഭവനത്തിൽ ചെന്ന് നിന്റെ പ്രിയപ്പെട്ടവർക്ക് നിന്നെ തന്നെ കാണിക്കുക. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആ ഭൂതഗ്രസ്തനായ വ്യക്തിയെ കൊണ്ട് നാളുകളായി കണ്ണുനീരൊഴുക്കുന്ന, ഒരുപക്ഷെ തൻ്റെ മാതാപിതാക്കൾ, ഒരുപക്ഷെ തൻ്റെ സഹോദരങ്ങൾ, ഒരുപക്ഷെ തൻ്റെ ഭാര്യയോ മക്കളോ ദീർഘകാലമായി ഈ വ്യക്തിയെക്കുറിച്ച് കരയുകയും നെടുവീർപ്പിടുകയും സങ്കടപ്പെടുകയും ചെയ്ത ആ കുടുംബത്തെ യേശു ഓർക്കുവാനിടയായി. അവനെ സമാധാനത്തോട് യേശു അവൻ്റെ ഭവനത്തിലേക്ക് പറഞ്ഞയച്ചു. ഇതെല്ലാവരോടും പറയണമെന്നൊന്നും യേശു അവനോട് പറഞ്ഞില്ല. നീ നിന്റെ ഭവനത്തിൽ തന്നെ നിന്റെ ഭവനക്കാരോടൊത്ത് സമാധാനമായി പാർക്കുക എന്ന് പറഞ്ഞ് മടക്കി അയച്ച ഈ ഭൂതഗ്രസ്തനായ വ്യക്തി, ബൈബിളിൽ വായിക്കുന്നത്, അവൻ തെക്കപ്പൊലി ദേശം മുഴുവൻ ഘോഷിച്ചു. ചരിത്രം പറയുന്നത് തെക്കപ്പൊലി എന്ന് പറഞ്ഞാൽ 5 പട്ടണങ്ങൾ അടങ്ങിയ സ്ഥലമാണ്. ദക്കപ്പൊലി എന്ന പേരിൽ അന്നത്തെ കാലത്ത് 5 പട്ടണങ്ങൾ ഉൾക്കൊണ്ടിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അവൻ ഈ 5 പട്ടണങ്ങളിലും അവൻ ഘോഷിക്കുകയാണ്, ഞാനൊരു സമയത്ത് ഭൂതശക്തികൾക്ക്, ഞാൻ ഇഷ്ടപ്പെടാത്ത ഒരു ശക്തിക്ക് അടിമയായിരുന്നു. യേശുവിനെ വിടുവിച്ചു. അവൻ്റെ ആഗ്രഹം എന്നെപ്പോലെ ഏതെങ്കിലും ദുഷിച്ച സ്വഭാവങ്ങൾക്ക് അടിമപ്പെട്ട് മദ്യം, മയക്കുമരുന്ന് പോലുള്ള, അല്ലെങ്കിൽ അതുപോലുള്ള ഏതെങ്കിലും ഹീനമായ പ്രവൃത്തികൾക്ക് അടിമപ്പെട്ട് രക്ഷപ്പെടുവാൻ ആഗ്രഹിച്ചിട്ടും കഴിയാത്ത ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ അവൻ യേശുവിൻ്റെ ശക്തിയാൽ വിടുതൽ പ്രാപിക്കുവാൻ, സൗഖ്യമാകുവാൻ, സമൂഹത്തിൽ നല്ലവനായി തീരുവാൻ കഴിയുമെന്ന് മറ്റുള്ളവർ അറിയണമെന്ന ആഗ്രഹത്തോട് അവൻ പട്ടണങ്ങൾ ഘോഷിക്കുവാനിടയായി. എന്നെ കേൾക്കുന്ന ബഹുമാനപ്പെട്ട പ്രേക്ഷകരെ, നമ്മുടെ സമൂഹം
അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ, നമ്മുടെ രാജ്യം സമൃദ്ധിയുള്ള അനുഗ്രഹിക്കപ്പെട്ട ഒരു രാജ്യമായി തീരണമെങ്കിൽ വ്യക്തികൾ അനുഗ്രഹിക്കപ്പെട്ടേ മതിയാകും. ഒരു കുടുംബം അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ ആ കുടുംബത്തിലെ വ്യക്തികൾ അനുഗ്രഹിക്കപ്പെട്ടേ മതിയാകും. വ്യക്തികൾ അനുഗ്രഹിക്കപ്പെടുമ്പോൾ ആ കുടുംബം അനുഗ്രഹിക്കപ്പെടും. കുടുംബം അനുഗ്രഹിക്കപ്പെട്ടാൽ ദേശം അനുഗ്രഹിക്കപ്പെടും. ദേശം അനുഗ്രഹിക്കപ്പെട്ടാൽ അവർ ഉൾക്കൊള്ളുന്ന രാജ്യത്തിന് അതൊരു അനുഗ്രഹമായിരിക്കും. അങ്ങനെയെങ്കിൽ യേശുവിൻ്റെ സ്നേഹം രക്ഷപ്പെടുവാൻ കഴിയാതെ രക്ഷപ്പെടണമെന്ന ആഗ്രഹത്തോടെ ജീവിക്കുന്ന ആരെങ്കിലും എൻ്റെ പ്രേക്ഷകരുടെ അറിവിലുണ്ടെങ്കിൽ നമുക്കൊന്നിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. യേശു അവരെ സന്ധിക്കട്ടെ, യേശു അവർക്ക് ആശ്വാസം കൊടുക്കട്ടെ, യേശു അവരെ നല്ലവരാക്കി കുടുംബത്തിന്, അവരുടെ ബന്ധുക്കാർക്ക്, ചാർച്ചക്കാർക്ക്, അവരെ കൊണ്ട് വേദന അനുഭവിച്ച എല്ലാവർക്കും അവരൊരു സന്തോഷമായി തീരട്ടെ. അതിനുവേണ്ടി നമുക്കൊന്നിച്ച് സർവശക്തനായ ദൈവത്തോട് പ്രാർത്ഥിക്കാം. എൻ്റെ ബഹുമാനപ്പെട്ട പ്രേക്ഷകരിൽ ആരെങ്കിലും എന്തെങ്കിലും ദോഷകരമായ പ്രവൃത്തികൾക്ക് അടിമപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, അതിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് ആഗ്രഹിച്ചിട്ടും കഴിയാതിരിക്കുന്ന മദ്യപാനം, മയക്കുമരുന്ന്, പുകവലി, കുടുംബകലഹം, എത്ര സന്തോഷകരമായി ജീവിക്കണമെന്ന് ആഗ്രഹിച്ചാലും കഴിയാത്ത കുടുംബ പ്രശ്നങ്ങൾ, അന്യോന്യമുള്ള സംശയങ്ങൾ, സ്വസ്ഥതയും സമാധാനമില്ലാത്ത അവസ്ഥകൾ, ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ നിയന്ത്രിച്ച് ഒരു നല്ല ജീവിതം നയിക്കുവാൻ കഴിയാത്ത ഏതെങ്കിലും അവസ്ഥയ്ക്ക്, ഒരുപക്ഷെ അസാൽമാർഗീയ പ്രവർത്തനങ്ങളായിരിക്കാം, ഏത് തന്നെ ആയിരുന്നാലും നിങ്ങൾക്ക് ഒരു പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. നിങ്ങൾക്ക് അനുഗ്രഹമായൊരു ജീവിതം നയിക്കുവാൻ കഴിയും. അതിനായി നിങ്ങളെ സഹായിപ്പാൻ ഞങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന, ഇന്ന് ജീവിക്കുന്ന യേശുവിനോട് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി. നിങ്ങൾക്കൊന്നും ഒരു ചെലവുമില്ല, നിങ്ങൾക്ക് ഒരു നഷ്ടവും വരാനില്ല. നിങ്ങൾ പ്രാർത്ഥിക്കൂ, അത്ഭുതകരമായിരിക്കും അതിൻ്റെ ഫലം. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, വിശുദ്ധ ബൈബിളിൽ ഭൂതഗ്രസ്തനായ വ്യക്തിക്ക് സൗഖ്യം കൊടുത്ത് അവൻ്റെ കുടുംബം അവനെ കൊണ്ട് എന്തെല്ലാം ദുഃഖിച്ചുവോ, എത്രമാത്രം ആഴമേറിയ ദുഃഖം അവരനുഭവിച്ചുവോ, അതിനനുസരിച്ച് ആ കുടുംബത്തിന് സന്തോഷം വരുമാറ് അവന് സൗഖ്യം കൊടുത്ത നല്ല യേശുവേ, എൻ്റെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വാത്സല്യ പ്രേക്ഷകരിൽ ആരെങ്കിലും തെറ്റാണെന്ന് മനസ്സിലാക്കിയിട്ടും അതിൽ നിന്ന് മോചനം ലഭിക്കണമെന്ന് ആഗ്രഹിച്ച് എത്ര ശ്രമിച്ചിട്ടും കഴിയാതെ വീണ്ടും അതിനടിമപ്പെട്ടു പോകുന്ന ആരെങ്കിലും, അത് മദ്യപാനമാകാം, മയക്കുമരുന്നാകാം, പുകവലിയാകാം, കുടുംബകലഹമാകാം, ദുഷ്പ്രവണതകളാകാം, അസാൽമാർഗീയ പ്രവർത്തനങ്ങളാകാം, സംശയമാകാം, ഹൃദയത്തിൻ്റെ അസമാധാനമാകാം, എന്തു തന്നെയായിരുന്നാലും അതിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്ന എൻ്റെ വാത്സല്യ പ്രേക്ഷകരെ, യേശുവേ, അങ്ങ് അത്ഭുതകരമായി വിടുവിക്കണമേ. ആ പാപത്തിൻ്റെ, ആ തെറ്റിൻ്റെ പിടിയിൽ നിന്ന് യേശുവരെ സ്വതന്ത്രമാക്കണമേ. ഭൂതത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് ഗദരദേശത്തെ വ്യക്തിയെ വിടുവിച്ച യേശുവേ, അങ്ങയുടെ ശക്തിയാൽ പാപ സ്വഭാവങ്ങളിൽ നിന്ന്, അതിൻ്റെ അടിമത്തത്തിൽ നിന്ന് എൻ്റെ പ്രേക്ഷകരാരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരെ പൂർണ്ണമായി സ്വതന്ത്രരാക്കി അവരുടെ ഭവനങ്ങൾക്ക്, അവരുടെ ദേശത്തിന് യേശുവേ, അങ്ങ് അവരെ ഒരു അനുഗ്രഹ വിഷയമാക്കി തീർക്കണമേ. അങ്ങനെ ചെയ്യുവാൻ കഴിയുന്ന യേശുവിന് സകല മാനവും, സകല മഹത്വവും, സകല വീഴ്ചയും, സകല ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു. യേശുവിൻ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ.